വിസിയും സിൻഡിക്കേറ്റിലെ ഇടത് അംഗങ്ങളും തമ്മിലുള്ള തർക്കത്തിനിടെ കേരള സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം ഇന്ന് ചേരും. രാവിലെ 11 മണിക്ക് സർവകലാശാല ആസ്ഥാനത്താണ് യോഗം. രജിസ്ട്രാറുടെ ചുമതല വഹിക്കുന്ന ഡോക്ടർ മിനി കാപ്പനാണ് യോഗത്തിന് പങ്കെടുക്കണമെന്നാവശ്യപ്പെട്ട് അംഗങ്ങൾക്ക് നോട്ടീസ് നൽകിയത്. എന്നാൽ രജിസ്ട്രാർ അനിൽകുമാറിന് പകരം മിനി കാപ്പൻ നോട്ടീസ് അയക്കുന്നത് നിയമവിരുദ്ധമാണെന്നാണ് ഇടത് അംഗങ്ങളുടെ നിലപാട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി സൂര്യ ഗായത്രി ചേരുന്നു. സൂര്യ, വിവരങ്ങൾ. തർക്കങ്ങൾ കേരള സർവകലാശാലയിൽ ഇപ്പോഴും തുടരുകയാണ്. രജിസ്ട്രാർ KS അനിൽകുമാറും അതുപോലെ തന്നെ രജിസ്ട്രാർ ചുമതലയുള്ള മിനി കാപ്പനും സർവകലാശാലയിൽ തുടരുന്ന സാഹചര്യമുണ്ട്. വിസിയും ഇടത് സിൻഡിക്കേറ്റിലെ അംഗങ്ങളും തമ്മിലുള്ള തർക്കത്തിനിടയിലാണ് ഇപ്പോൾ സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം ചേരുന്നത്. രാവിലെ 11 മണിക്കാണ് യോഗം ചേരുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രജിസ്ട്രാറുടെ ചുമതല വഹിക്കുന്ന ഡോക്ടർ മിനി കാപ്പനാണ് ഈ മീറ്റിംഗിൽ പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ട അംഗങ്ങൾക്ക് നോട്ടീസ് നൽകിയത്. രജിസ്ട്രാർ അനിൽകുമാറിന് പകരം മിനി കാപ്പൻ നോട്ടീസ് നൽകിയത് നിയമവിരുദ്ധമാണ് എന്നുള്ള നിലപാട് പ്രതിഷേധമിടത് അംഗങ്ങൾ ഇപ്പോൾ തന്നെ ഉയർത്തി കഴിഞ്ഞിട്ടുണ്ട്. ചേരുന്ന സിൻഡിക്കേറ്റ് യോഗത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചർച്ചയാകും, തർക്കങ്ങൾ ഉണ്ടാകുമോ എന്നൊക്കെ തന്നെ കണ്ടറിയേണ്ടതാണ്. ഈ അധികാര തർക്കം നിലനിൽക്കുന്നതിനിടയിൽ തന്നെ മാർച്ചിൽ പൂർത്തിയാക്കേണ്ട 100 കോടി രൂപയുടെ PM ഉഷ ഫണ്ട്, അതിന്റെ വിനിയോഗം നിലച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ ഫണ്ട് അടിയന്തരമായിട്ട് വിനിയോഗിച്ചില്ല എങ്കിൽ അത് പിന്നീട് നഷ്ടമായി പോകുന്ന സാഹചര്യമുണ്ട്. ഇതടക്കം ചർച്ചയാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. PSC അംഗീകാരം, അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ വിവിധ ഗവേഷക ഫെലോഷിപ്പുകൾ തുടങ്ങി നിരവധി അക്കാദമിക് വിഷയങ്ങളിൽ തീരുമാനമെടുക്കുന്നത് അടക്കം സിൻഡിക്കേറ്റ് പരിഗണനയിൽ വരും എന്നുള്ളതാണ് അറിയുന്നത്. സാങ്കേതിക സർവകലാശാലയിലും ഇന്നിപ്പോൾ സിൻഡിക്കേറ്റ് യോഗം നടക്കും. നേരത്തെ തന്നെ കേരള സർവകലാശാലയിൽ അടിയന്തര സിൻഡിക്കേറ്റ് യോഗം വിളിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഒരു നോട്ടീസ് നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് VC മോഹനൻ കുന്നുമ്മൽ ആ നോട്ടീസ് പരിഗണിച്ചിട്ടുണ്ടായിരുന്നില്ല. മിനി കാപ്പന്റെ വിഷയത്തിലടക്കം ചർച്ച നടത്തണമെന്നുള്ള ആവശ്യം ഉയർത്തിക്കൊണ്ടാണ് അടിയന്തര സിൻഡിക്കേറ്റ് യോഗം ചേരണമെന്നുള്ള ആവശ്യം ഇടത് സിൻഡിക്കേറ്റ് ഉയർത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ ചേരുന്ന സിൻഡിക്കേറ്റ് യോഗത്തിൽ എന്തൊക്കെ തീരുമാനങ്ങൾ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ മുന്നോട്ട് വയ്ക്കും, ഏതൊക്കെ കാര്യങ്ങൾ ചർച്ചയിൽ പരിഗണിക്കപ്പെടുമെന്നൊക്കെ തന്നെ അറിയേണ്ടതുണ്ട്. എന്തായാലും മിനി കാപ്പൻ വിഷയവും ഈ ചർച്ചയിൽ ഉയർന്നു വരും എന്ന കാര്യത്തിൽ തർക്കമില്ല. KS അനിൽകുമാറിന് പൂർണ്ണ പിന്തുണ നൽകി ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അതേസമയം അനിൽകുമാറിനെ തള്ളുകയും മിനി കാപ്പനെ കൊള്ളുകയും ചെയ്യുന്ന നിലപാടാണ് VC മോഹനൻ കുന്നുമ്മൽ സ്വീകരിച്ച് വരുന്നത്. ആ വിഷയത്തിലടക്കം സിൻഡിക്കേറ്റിൽ ചർച്ചയുണ്ടാകുമ്പോൾ അത് VC സിൻഡിക്കേറ്റ് തർക്കം വീണ്ടും മൂർച്ഛിക്കുന്ന തരത്തിലേക്ക് പോകുമോ എന്നുള്ളതൊക്കെ തന്നെ അറിയേണ്ടതുണ്ട്. എന്തായാലും കേരള സാങ്കേതിക സർവകലാശാലകളിലാണ് ഇന്നിപ്പോൾ സിൻഡിക്കേറ്റ് യോഗം ചേരുക. ശരി, വ്യക്തമാണ് സൂര്യ.